ഓക്കെ, അപ്പൊ നമ്മൾ ഡിസ്കസ് ചെയ്യുന്ന എന്താണ് കോസ്റ്റ് ഷീറ്റ് എന്ന് പറയുന്ന കോൺസെപ്റ്റ് ആണ് കോസ്റ്റ് ഷീറ്റ്. അപ്പൊ കോസ്റ്റ് അക്കൗണ്ടിങ്ങില് പ്രിപ്പറേഷൻ ഓഫ് കോസ്റ്റ് ഷീറ്റ് എന്ന് പറയുന്നത് ഇമ്പോർട്ടന്റ് ടാസ്ക് ആണ്. ടു അസർടൈൻ ദി എക്സാക്ട് കോസ്റ്റ് ഓഫ് പ്രൊഡക്ഷൻ ഓർ കോസ്റ്റ് ഇൻക്ലൂഡ് അറ്റ് ഓൾ ലെവൽസ് ഓഫ് പ്രൊഡക്ഷൻ. പ്രൊഡക്ഷന്റെ ഓരോ സ്റ്റേജിലും എവിടെയൊക്കെ കോസ്റ്റ് വരുന്നുണ്ട് അതിനൊക്കെ കൃത്യമായിട്ട് ഡിഫറൻഷിയേറ്റ് ചെയ്തിട്ട് നമുക്ക് കോസ്റ്റ് അസർടൈൻ ചെയ്യാനും അതുപോലെ തന്നെ ടോട്ടൽ കോസ്റ്റ് ഐഡന്റിഫൈ ചെയ്യാനും അതിലൂടെ നമുക്ക് പ്രൈസ് ഫിക്സേഷൻ പോലെയുള്ള കാര്യങ്ങൾ ചെയ്യാനൊക്കെ എന്ത് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്? കോസ്റ്റ് ഷീറ്റ് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. സോ ദിസ് ഇസ് ആക്ച്വലി എ സ്റ്റേറ്റ്മെന്റ്. ഇതെന്താണ്? ഒരു സ്റ്റേറ്റ്മെന്റ് ആണ്. സ്റ്റേറ്റ്മെന്റ് ഓഫ് കോസ്റ്റ് ഓഫ് ഗുഡ്സ് മാനുഫാക്ചേർഡ് ആൻഡ് സോൾഡ്. ഇപ്പൊ ഒരു ഗുഡ്സ് മാനുഫാക്ചർ അത് സെയിൽ ചെയ്ത് എടുക്കുന്ന സമയത്ത് ഉണ്ടാവുന്ന ടോട്ടൽ കോസ്റ്റ് എത്ര വരുമെന്ന് സ്റ്റേറ്റ് ചെയ്യുന്ന ഒരു സ്റ്റേറ്റ്മെന്റ് ആണ് എന്ത്? കോസ്റ്റ് ഷീറ്റ് എന്ന് പറയുന്നത്. ഇറ്റ് ഇസ് എ സ്റ്റേറ്റ്മെന്റ് ഓഫ് കോസ്റ്റ് ഇൻകേർഡ് അറ്റ് ഈച്ച് ലെവൽ. ഓക്കെ, ഫോർ എക്സാമ്പിൾ എ എന്ന് പറയുന്ന ഒരു ഇൻപുട്ടിനെ നമ്മൾ ഫസ്റ്റ് ഫോമിൽ ഈ ഒരു ഫോമിൽ നിന്ന് നമ്മൾ ഈ ഒരു ഫോമിലേക്ക് കൺവേർട്ട് ചെയ്യുന്നു, അതിന്റെ കോസ്റ്റ് അറിയാൻ പറ്റും. ദെൻ അതിൽ നിന്ന് ഈ ഒരു ഫോമിലേക്ക് നമ്മൾ കൺവേർട്ട് ചെയ്യുന്നു. സോ ഓരോ ലെവലിൽ നടക്കുന്ന കോസ്റ്റ് നമുക്ക് അസർടൈൻ ചെയ്യാൻ വേണ്ടി കഴിയും. ആൻഡ് മാനുഫാക്ചറിങ് എ പ്രോഡക്റ്റ് ഓർ സർവീസ്. ഇൻ ഷോർട്ട്, കോസ്റ്റ് ഷീറ്റ് ഈസ് എ സ്റ്റേറ്റ്മെന്റ് ഓഫ് വേരിയസ് എലമെന്റ് ഓഫ് കോസ്റ്റ്. നമ്മൾ കുറെ കോസ്റ്റ് എലമെന്റിനെ ഡിസ്കസ് ചെയ്യുന്നുണ്ട്, അതൊക്കെ ഡിസ്ക്ലോസ് ചെയ്യുന്ന ഒരു സ്റ്റേറ്റ്മെന്റ് ആണ് എന്ത്? കോസ്റ്റ് ഷീറ്റ്. നമുക്ക് ഇത് 2 മാർക്ക് ക്വസ്റ്റ്യൻ ആയിട്ട് ചോദിക്കാറുണ്ട്. ഡിഫൈൻ കോസ്റ്റ് ഷീറ്റ് എന്ന് പറഞ്ഞു. ഓക്കെ, സോ ഇറ്റ്സ് എ സ്റ്റേറ്റ്മെന്റ് വിച്ച് വിൽ ഡിസ്ക്ലോസ് കോസ്റ്റ് ഓഫ് പ്രൊഡക്ഷൻ അറ്റ് ഡിഫറെന്റ് ലെവൽസ് ഓഫ് അല്ലെങ്കിൽ ഡിഫറെന്റ് സ്റ്റേജസ്, ഓരോ സ്റ്റേജസിലുള്ള കോസ്റ്റിനെ ഡിസ്ക്രൈബ് ചെയ്യുന്ന ഒരു സ്റ്റേറ്റ്മെന്റ് ആണ് എന്ത്? കോസ്റ്റ് ഷീറ്റ് എന്ന് പറയുന്നത്. ഓക്കെ, then what are the purpose or objective of preparation of cost sheet? First one, to show the cost per unit and total cost. For example, നമ്മളിപ്പം 100 പ്രോഡക്റ്റ് അല്ലെങ്കിൽ 1000 ഷൂസ് പ്രിപ്പയർ ചെയ്തു. ഓക്കെ, എന്താ പ്രിപ്പയർ ചെയ്ത്? 1000 ഷൂസ് നമ്മൾ പ്രിപ്പയർ ചെയ്തിട്ടുണ്ട്. ഓക്കെ, 1000 ഷൂസ്. അപ്പൊ ഷൂ മാനുഫാക്ചറിങ് ആണ്. അപ്പൊ നമുക്ക് എന്ത് ചെയ്യണം? ഒരൊറ്റ ജോഡി ഷൂ പ്രിപ്പയർ ചെയ്യുന്നതിന്റെ കോസ്റ്റ് അറിയണം. ദിസ് ഇസ് കോൾഡ് കോസ്റ്റ് പെർ യൂണിറ്റ് അല്ലെ. ഒരൊറ്റ ഷൂ പ്രിപ്പയർ ചെയ്യാൻ എത്ര കോസ്റ്റ് വന്നു? കോസ്റ്റ് പെർ യൂണിറ്റ് എന്ന് പറയുന്നത് 100 റുപ്പീസ് ആണ്. ടോട്ടൽ കോസ്റ്റ് എന്ന് പറയുന്നത് എത്രയാണ്? 100 into 1000 എത്രയാ? 1 lakh rupees ആണെന്ന് തോന്നുന്നത്. ദിസ് ഈസ് ടോട്ടൽ കോസ്റ്റ്, ദിസ് ഈസ് യൂണിറ്റ് അല്ലെ, കോസ്റ്റ് പെർ യൂണിറ്റ്. അപ്പൊ നമുക്ക് ഒരേ സമയം കോസ്റ്റ് പെർ യൂണിറ്റും ടോട്ടൽ കോസ്റ്റും അസർടൈൻ ചെയ്യാൻ വേണ്ടി കഴിയുന്നു. കോസ്റ്റ് പെർ യൂണിറ്റ് കണ്ടു കഴിഞ്ഞാൽ നമുക്ക് ഒരുപാട് ഉപകാരം ഉണ്ട് അല്ലെ. ഒന്നിന് 100 രൂപ വരുന്നു. ഇപ്പൊ പറയാണ്, ഞാനിപ്പോ ഇവിടെ ബി എന്ന് പറയുന്ന അല്ലെങ്കിൽ എക്സ് എന്ന് പറയുന്ന ഒരു മിഷനറി ഉണ്ട്. ഇത് നിങ്ങൾ ഉപയോഗിക്കുകയാണെങ്കിൽ നിങ്ങളുടെ ഒരു ഷൂ അല്ലെങ്കിൽ ഒരു ജോഡി ഷൂ പ്രൊഡ്യൂസ് ചെയ്യാനുള്ള കോസ്റ്റ് നിങ്ങൾക്ക് 80 ആക്കി മാറ്റാൻ പറ്റും. അപ്പൊ ഈ മിഷനറി നമുക്ക് വാങ്ങണം. ബിക്കോസ് നമ്മുടെ കോസ്റ്റ് ഇപ്പൊ എത്രയുണ്ട്? 100 ഉണ്ട്. എത്രയായിട്ട് കുറയും? 20 ആയിട്ട് കുറയും. അപ്പൊ ഇത്തരം ഡിസിഷൻസ് ഒക്കെ എടുക്കണമെങ്കിൽ യു ഹാവ് ടു ഡിഫൈൻ വാട്ട് വുഡ് ബി യുവർ യൂണിറ്റ് കോസ്റ്റ് ആൻഡ് ടോട്ടൽ കോസ്റ്റ്. അത് നമുക്ക് അസർടൈൻ ചെയ്യണം. അതറിയാൻ വേണ്ടി നമ്മൾ എന്ത് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്? കോസ്റ്റ് ഷീറ്റ് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. മറ്റൊന്ന് പറയാം, ഹെൽപ്സ് ഇൻ ഫിക്സിംഗ് സെല്ലിംഗ് പ്രൈസ്. ഇപ്പം ഫോർ എക്സാമ്പിൾ 100 രൂപയ്ക്ക് ഞാൻ പ്രിപ്പയർ ചെയ്യുന്ന കാര്യം ഞാൻ 75 രൂപയ്ക്ക് സെയിൽ ചെയ്യോ? ഇല്ല. ഈ കോസ്റ്റ് ഞാൻ യൂണിറ്റ് കോസ്റ്റ് ഞാൻ അസർടൈൻ ചെയ്തു 100 റുപ്പീസ് ആണ്. പ്ലസ് എന്റെ മാർജിൻ ഓഫ് പ്രോഫിറ്റ് എനിക്ക് 50 രൂപ മാർജിൻ വേണം. അങ്ങനെയാണെങ്കിൽ എത്രയ്ക്ക് വെക്കും? 150 രൂപ. ദിസ് ഈസ് മൈ സെല്ലിംഗ് പ്രൈസ്. ഇനി ഞാനിത് റോങ് ആയിട്ട് എടുക്കാം. ഞാൻ വിചാരിക്കുന്നത് 50 രൂപയെ ഇതിന് കോസ്റ്റ് ഉള്ളൂ, 25 രൂപ എനിക്ക് പ്രോഫിറ്റ് വേണം, 75 ഞാൻ വെക്കുന്നു. എനിക്ക് ആക്ച്വലി എന്താ സംഭവിക്കുന്നത്? ലോസ് ആണ് സംഭവിക്കുന്നത് അല്ലെ. സോ എക്സാക്ട് ആയിട്ട് നമുക്ക് എന്തറിയേണ്ടതുണ്ട്? നമുക്ക് പ്രോഫിറ്റ് ആണോ ലോസ് ആണോ എന്ന് അറിയേണ്ടതുണ്ട്. അപ്പം അത് കൃത്യമായിട്ട് അറിഞ്ഞ് ഇതിന്റെ കൂടെ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്ത് കിട്ടും? സെല്ലിംഗ് പ്രൈസ് കിട്ടും. ക്ലിയർ ആണോ? ഓക്കെ, നെക്സ്റ്റ് വൺ, കമ്പാരിസൺ ഓഫ് കോസ്റ്റ്. കമ്പാരിസൺ ഓഫ് കോസ്റ്റ് അല്ലെ. നമ്മളിപ്പം ഇന്ന് ഈ ഒരു മെത്തേഡ് ഉപയോഗിച്ചിട്ട് അല്ലെ ഈ ഒരു എ എന്ന് പറയുന്ന മിഷനറി ഉപയോഗിച്ച് പ്രൊഡ്യൂസ് ചെയ്യാം, അല്ലെ ബി എന്ന് പറയുന്ന മിഷനറി ഉപയോഗിച്ച് പ്രൊഡ്യൂസ് ചെയ്യാം. നമ്മൾ ചൂസ് ചെയ്യുന്ന എന്തിന്റെ അടിസ്ഥാനത്തിലേക്കും ഏതിലാണ് കോസ്റ്റ് കുറയാ അല്ലെ. നിങ്ങൾക്ക് ഒരു ചെറിയ ഡിസ്റ്റൻസിലേക്ക് ഫോർ എക്സാമ്പിൾ ഒരു 5 കിലോമീറ്റർ കവർ ചെയ്യാൻ നിങ്ങൾക്ക് ഓട്ടോ വിളിച്ചു പോവാം, കാർ വിളിച്ചു പോവാം, അല്ലെങ്കിൽ ബൈ ബസ് പോവാം, പബ്ലിക് ട്രാൻസ്പോർട്ട് പോവാം. നിങ്ങൾ ഏത് പ്രിഫർ ചെയ്യും? പബ്ലിക് ട്രാൻസ്പോർട്ട് പ്രിഫർ ചെയ്യും. കാരണം അതാണ് എന്ത് ചീപ്പായിട്ട് നമുക്ക് ചെയ്യാൻ പറ്റും, കോസ്റ്റ് കുറയ്ക്കാൻ പറ്റും അല്ലെ. അപ്പം അത്തരത്തിൽ നമുക്ക് കമ്പാരിസൺ, കോസ്റ്റിനെ കമ്പാരിസൺ ചെയ്യാൻ വേണ്ടിയിട്ട് ഇത് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. മറ്റൊന്ന് കോസ്റ്റ് കൺട്രോൾ. മറ്റൊരു ഒബ്ജക്റ്റീവ് ആണ് കോസ്റ്റ് കൺട്രോൾ ചെയ്യാൻ പറ്റും. നമ്മളെ ലൈഫിൽ നമ്മളെ കോസ്റ്റ് കൺട്രോൾ ചെയ്യാൻ ഒരു സിമ്പിൾ ടെക്നിക്ക് എന്താ പറഞ്ഞാൽ, നിങ്ങൾ രാവിലെ വന്ന് അല്ലെങ്കിൽ വരുമ്പോൾ മുതൽ വീട്ടിലെത്തുന്നവരെയുള്ള ചെലവുകളെ നിങ്ങൾ റെക്കോർഡ് ചെയ്യുകയാണെങ്കിൽ ഒരു ദിവസം നിങ്ങൾക്ക് എന്ത് ചെയ്യാണ്? 150 രൂപ ചെലവ് വരുന്നു അല്ലെ. അപ്പൊ നിങ്ങൾ ഫോർ എക്സാമ്പിൾ ഒരു 25 ദിവസമാണ് ക്ലാസ് പോകുന്നതെങ്കിൽ ഇൻറ്റു 25 ആണ് നിങ്ങളുടെ കോസ്റ്റ് എന്ന് പറയുന്നത് അല്ലെ.
അത് വലിയൊരു എമൗണ്ട് ആണ്. അപ്പൊ വലിയൊരു എമൗണ്ട് ആണ് നമ്മൾ റിയലൈസ് ചെയ്യുമ്പോൾ അല്ലെങ്കിൽ കോസ്റ്റിനെ കൃത്യമായിട്ട് റെക്കോർഡ് ചെയ്യുന്ന സമയത്ത് നമുക്കത് കൺട്രോൾ ചെയ്യാൻ നമ്മളെ എന്താ സ്റ്റിമുലേറ്റ് ചെയ്യും. ഓക്കെ, then show information relating to profit and sale. അപ്പൊ പ്രോഫിറ്റ് സെയിൽ റിലേറ്റഡ് ആയിട്ടുള്ള ഇൻഫർമേഷൻസ് എന്ത് ചെയ്യുന്നുണ്ട്, ഇത് ഡിസ്ക്ലോസ് ചെയ്യുന്നുണ്ട്. then finally it helps in preparation of tender price. അല്ലെ, ഒരാൾ നമ്മളോട് ചോദിക്കാം, നിങ്ങൾ 100 ഷൂ ഞങ്ങളുടെ ഓഫീസിലേക്ക് നിങ്ങൾ മാനുഫാക്ചർ ചെയ്ത് തരുമോ? അപ്പൊ ടെൻഡർ പ്രൈസ് ഒക്കെ ഫിക്സ് ചെയ്യുന്ന, ഓക്കെ നമുക്ക് എത്രയാ 100 ആണ് നമ്മുടെ മാർജിൻ, ഐ മീൻ കോസ്റ്റ് എന്ന് പറയുന്നത്. അതുകൊണ്ട് നമുക്ക് എന്ത് ചെയ്യാം, കുഴപ്പമില്ലാത്തൊരു മാർജിനിൽ നമുക്കൊരു പ്രൈസ് ഫിക്സ് ചെയ്തിട്ട് അവർക്ക് അയക്കാൻ പറ്റും. അപ്പൊ ഇത്തരം കാര്യങ്ങളൊക്കെ ചെയ്യണമെങ്കിൽ എന്ത് വേണ്ടതുണ്ട്, കോസ്റ്റ് ഷീറ്റ് പ്രിപ്പയർ ചെയ്യണം. സോ ദീസ് ആർ ദി ഒബ്ജക്റ്റീവ് അല്ലെങ്കിൽ പർപ്പസ് ഓഫ് കോസ്റ്റ് ഷീറ്റ്. അപ്പൊ നമ്മൾ കോസ്റ്റ് ഷീറ്റ് എന്താന്ന് പറഞ്ഞു, അതുപോലെ തന്നെ അതിന്റെ പർപ്പസും പറഞ്ഞു. ക്ലിയർ ആണല്ലോ? ഓക്കെ ആണല്ലോ? നെക്സ്റ്റ് ടോപ്പിക്കിലേക്ക് പോവാം.